വളരെ വളരെ പരിമിതമായിട്ടേ ഉള്ളൂ. അതായത് ഈ വൈറ്റമിൻസിൻ്റെയും മിനറൽസിൻ്റെയും വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലും ഉള്ള അതിൻ്റെ കണ്ടൻസ് വെച്ച് നോക്കിയാൽ തുച്ഛമായിട്ടുള്ള ശതമാനം, നെഗ്ലിജിബിൾ പെർസെൻറ്റേജേ ഉള്ളൂ. അപ്പോൾ അതല്ല, അപ്പോൾ വൈറ്റമിൻ ആയാലും ശരി, മിനറൽസ് ആയാലും ശരി, ഏത് ഇനം എടുത്താലും, അത് അയൺ ആയിക്കോട്ടെ, കാൽഷ്യവും ഫോസ്ഫറസും ചിലതിൽ കുറച്ച് കൂടുതലുണ്ടെന്നുള്ളതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള മാഗ്നീഷ്യമോ സിങ്കോ മറ്റു രീതിയിലുള്ള ഒരു മിനറൽസും ഈ മാംസഭക്ഷണങ്ങളിൽ ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ന്യൂട്രീഷണൽ സയൻസിൽ നിന്നെടുത്ത ടേബിളാണിത്. വരാം, അതിലേക്ക് വരാം. അപ്പം ഇതൊന്നും, ഈ രണ്ട് വിഭവങ്ങളും അതിനകത്ത് തീരെ ഇല്ല. പിന്നെ സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജം എന്ന് പറയുന്നത് മാംസഭക്ഷണത്തിൽ ഒന്നിലും ഒട്ടുമില്ല. ഒരു മാംസഭക്ഷണത്തിലും ഇല്ല. അന്നജം എന്ന് പറയുന്ന ഒരു ഫാക്ടറേ ഇല്ല. അന്നജം മൂന്നാമത് കിടക്കുന്ന കോളം. കോഴിമുട്ടയിൽ 0.8, ആട്ടിറച്ചിയില്ല, ചെമ്മരിയാട്ടിറച്ചിയില്ല, മാട്ടിറച്ചിയിൽ 1, പന്നിയിറച്ചിയിൽ 1, മത്തിയിലില്ല, അയലയില്ല, നെയ്മീനില്ല, കൊഞ്ചില്ല, ഞണ്ടില്ല. പൊതുവെ ഒരു മാംസഭക്ഷണത്തിലും അന്നജമില്ല. അപ്പം 3 മാറി. അന്നജമില്ല, വൈറ്റമിൻ ഇല്ല, മിനറൽസ് ഇല്ല. പിന്നെ ഉള്ളത് പ്രോട്ടീൻ. പ്രോട്ടീൻ എല്ലാത്തിലും വളരെ സമ്പുഷ്ടമായിട്ട് കാണുന്നുണ്ട്. അതേ ശാസ്ത്രം തന്നെ ആനിമൽ പ്രോട്ടീൻ ശരീരത്തിന് നന്നല്ല എന്ന് പറയുന്നവരുമുണ്ട്. എക്സ്പെർട്ട് ഒപ്പീനിയൻസ് നോക്കുമ്പോൾ ആനിമൽ പ്രോട്ടീൻ ശരീരത്തിന് നന്നല്ല എന്ന് പറയുന്നവരുമുണ്ട്, അല്ല ഇത് കഴിക്കണം എന്ന് പറയുന്നവരുമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രോട്ടീൻ്റെ ഒരു സോഴ്സ് ഇത് തന്നെ ആവണമെന്നില്ല. മുളപ്പിച്ച എല്ലാ പയറുവർഗ്ഗങ്ങളിലെയും പ്രോട്ടീൻ്റെ അളവ് ഇതിൽ പറയുന്നതിനേക്കാളും ചെറിയ അളവിലെങ്കിലും കൂടുതലാണ്. 30, 35 ഒക്കെയാണ്. ഏത് നവധാന്യങ്ങളിൽ ഏതായാലും നമ്മൾ മുളപ്പിച്ച് കഴിഞ്ഞാൽ 100 ഗ്രാം ഇതിൽ 35 ഗ്രാമും 30 ഗ്രാമും വരെ പ്രോട്ടീനാണ്. മാത്രമല്ല ആ പ്രോട്ടീൻ നല്ലതാണോ അല്ലയോ എന്നുള്ള ഒരു എക്സ്പെർട്ട് ഒപ്പീനിയനിൽ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനും ഇല്ല. ഇത് മുളപ്പിക്കുന്നതോടുകൂടി ശരീരത്തിന് ഏറ്റവും യോജ്യമായ രീതിയിൽ ഇത് ലളിതമായ പ്രോട്ടീനായി, സസ്യ പ്രോട്ടീനായി മാറുന്നു. അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട് അതിന്. അപ്പോൾ ഒരു പ്രോട്ടീൻ്റെ അവൈലബിലിറ്റി വെച്ച് നോക്കിയാലും മാംസഭക്ഷണത്തെക്കാളും മികച്ചത് പയറുവർഗ്ഗങ്ങളാണ്. ഇനി ഫാറ്റ്, കൊഴുപ്പും ഇതിലെല്ലാം ധാരാളമുണ്ട്. പല മൃഗക്കൊഴുപ്പുകളും നന്നല്ല എന്ന് ശാസ്ത്രവും പറയുന്നു. കൊഴുപ്പിന് നമുക്ക് അണ്ടിവർഗ്ഗങ്ങളുണ്ട്, തേങ്ങയുണ്ട്, കടലയുണ്ട്, നട്ട്സുണ്ട്, ബദാമുണ്ട്.